ശബരിമലയിലേക്ക് അനസ്യൂതം തുടരുന്ന തീർത്ഥാടക പ്രവാഹം അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്നലെയും മല ചവിട്ടിയത് 1 ലക്ഷത്തിനടുത്ത് ഭക്തരാണ്. നിലവിൽ സന്നിധാനത്തെ തിരക്കിന് അനുസൃതമായാണ് പമ്പയിൽ നിന്നും ഭക്തരെ കയറ്റിവിടുന്നത്. സന്നിധാനത്തെ വിശദമായ വിവരങ്ങളുമായി ഇപ്പോൾ അഖിൽ TS നമ്മളോടൊപ്പം ചേരുകയാണ്. അഖിൽ, ഗുഡ് മോർണിംഗ്. രാവിലെ കാണുവാൻ സാധിക്കുന്നത് അല്പം മഴയുള്ള ഒരു പ്രഭാതമാണ് സന്നിധാനത്ത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ? ഭക്തരുടെ ഒരു വലിയ പ്രവാഹം അവിടെ ഉണ്ട് എന്നറിയുന്നു. തിരക്കെല്ലാം നിയന്ത്രണ വിധേയമല്ലേ? സിന്ദൂരി, ഗുഡ് മോർണിംഗ്. സിന്ദൂരി പറഞ്ഞതുപോലെ തന്നെ രാവിലെ മുതൽ ശബരിമല സന്നിധാനത്ത് നേരിയ മഴയുണ്ട്. മഴയും മഞ്ഞുമായിട്ട് വളരെ നല്ലൊരു കാലാവസ്ഥയാണ്. ചെറിയ തണുപ്പോടുകൂടി, എന്നാൽ വലിയൊരു മഴയില്ല. തീർത്ഥാടകർക്ക് വന്ന് ദർശനം പൂർത്തിയാക്കുന്നതിനുള്ളൊരു മഴ മാത്രമാണ് നിലവിലുള്ളത്. എന്നിരുന്നാൽ തന്നെ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള തീർത്ഥാടകർ ഒഴുക്ക് തന്നെ ശബരിമലയിലേക്കുണ്ട്. അത്തരത്തിൽ പമ്പ മുതൽ ബാച്ചുകളായിട്ടാണ് ആളുകൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മരക്കൂട്ടം മുതൽ വലിയ നടപ്പന്തൽ വരെ ചെറിയ രീതിയിലുള്ള തിരക്കുണ്ട്. മഴയായതുകൊണ്ടും സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കേണ്ടതുകൊണ്ടുമാണ് അത്തരത്തിൽ ബാച്ചായിട്ട് ആളുകളെ കടത്തിവിടുന്നത്. മരക്കൂട്ടത്തു നിന്ന് ഒരു ബാച്ചായിട്ട് ആളുകളെ വലിയ നടപ്പന്തലിലേക്ക് എത്തിക്കുന്നു. വലിയ നടപ്പന്തലിൽ നിന്ന് ആളുകളെ ബാച്ചായിട്ട് 18-ാം പടിയിലൂടെ മേൽപ്പാലം കടത്തി സോപാനത്തിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി ആളുകൾക്ക് എത്തുന്ന മുഴുവൻ ആളുകൾക്കും സുഖമായ ദർശനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ്. വരുന്ന എല്ലാ ഭക്തരെ അധികം ആണെങ്കിലും തിരക്കാതെ വരുന്നെത്തുന്ന എല്ലാ ആളുകൾക്കും സുഖമായ ദർശനം നടത്തി മലയിറങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു നടപടിയാണ് ഇത്തരത്തിൽ ബാച്ചായിട്ട് തിരിച്ച് ആളുകളെ കടത്തിവിടുന്നത്. അത്തരത്തിൽ കടത്തിവിടുന്നത് കൊണ്ട് തന്നെ വന്നെത്തുന്ന എല്ലാ ഭക്തരും ദർശനത്തിൽ പൂർണ്ണ സംതൃപ്തരാണ്. ഇന്നലെ മാത്രം 1 ലക്ഷത്തിനടുത്ത് ഏകദേശം 95,000-ഓളം ആളുകളാണ് ഇന്നലെ മാത്രം ശബരിമലയിൽ ദർശനത്തിനെത്തിയത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയുണ്ട്. നിലവിൽ ഇന്ന് 13-ാമത്തെ ദിവസമാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ. ഇതുവരെ 11.5 ലക്ഷം തീർത്ഥാടകർ ശബരിമലയിലെത്തി സുഖദർശനം നേടി മടങ്ങി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തു. ഇത്രയധികം ആളുകൾ ശബരിമലയിലേക്ക് എത്തിയിട്ടും ഒരു തരത്തിലുള്ള പരാതികളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. വരുന്നെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും സുഖമായ ദർശനം നടത്തുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ നമ്മളോട് ഇക്കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയുണ്ടായി. ഇപ്പോൾ വന്നെത്തുന്ന ഭക്തരെല്ലാം പൂർണ്ണ സന്തോഷത്തോടെയാണ് മടങ്ങുന്നത്. അവർക്കാർക്കും യാതൊരുവിധ പരാതികളുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അടിയന്തരമായി പരിഹാരം കാണുന്നുണ്ട്. കൃത്യമായി വെള്ളം ആണെങ്കിൽ ബിസ്ക്കറ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വന്നെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ സുഖകരമായിട്ടാണ് നിലവിൽ ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ശബരിമലയിൽ ദിനംപ്രതി 25,000-ഓളം ആളുകൾക്ക് അന്നദാന വിതരണം നടത്തുന്നുണ്ട്. ആ അന്നദാന വിതരണത്തിന് പുതിയൊരു മെനു ദേവസ്വം ബോർഡ് ആവിഷ്കരിച്ചിരുന്നു. ആ മെനു, അതായത് കേരളീയ സദ്യ, പപ്പടം പഴം പായസത്തോടു കൂടിയ കേരളീയ സദ്യയാണ് ആ മെനു. ആ മെനു വരുന്ന ചൊവ്വാഴ്ച മുതൽ ആ മെനുവും ശബരിമലയിൽ വിതരണം ചെയ്തു തുടങ്ങും. അത്തരത്തിൽ തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്തി, സുഗമമായി അയ്യപ്പ ദർശനം നടത്തി മലയിറങ്ങുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി തീർത്ഥാടകർക്കൊപ്പം നിൽക്കുന്ന ദേവസ്വം വകുപ്പിനെയും ദേവസ്വം ബോർഡിനെയും പോലീസിനെയുമാണ് നിലവിൽ നമുക്ക് ശബരിമലയിൽ കാണാൻ കഴിയുന്നത്. നിലവിൽ സിന്ദൂരിക്ക് ദൃശ്യങ്ങളിൽ കാണാൻ ഇപ്പോൾ 18-ാം പടിക്ക് മുൻപിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. 18-ാം പടി കയറി എല്ലാ ആളുകളും ശാന്തമായി സമാധാനമായി വലിയ മേൽപ്പാലത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ മേൽപ്പാലത്തിലൂടെ സോപാനത്തിലെത്തി ഭംഗിയായി ദർശനം പൂർത്തിയാക്കുന്നു. ഇത്തരത്തിൽ വന്നെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും, ശബരിമലയിലേക്ക് എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും സുഖദർശനം ഉറപ്പാണ്. സിന്ദൂരി, അതായത് അഖിൽ പറഞ്ഞതുപോലെ അവിടെ മനോഹരമായൊരു കാലാവസ്ഥയാണെന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർ അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇപ്പോൾ ധാരാളം തീർത്ഥാടകർ, ഏതാണ്ട് 11 ലക്ഷത്തോളം ആളുകൾ അവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ആ ഒരു എണ്ണം കൂടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അവർക്കെല്ലാവർക്കും അന്നദാനം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന ഏറ്റവും സജ്ജമായിട്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ നടക്കുന്നത്. അഖിൽ, ഈ ഒരു പൂജ കൂടുതൽ സമയം നട തുറക്കാൻ, ഈ തിരക്ക് കൂടുമ്പോൾ നട തുറക്കുന്ന സമയത്തിൽ മാറ്റം വരുത്തുക, അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അറിവുകൾ വന്നിട്ടുണ്ടോ? ഇന്നും നല്ല തീർത്ഥാടക പ്രവാഹമുണ്ട് അല്ലേ? സിന്ദൂരി, നിലവിൽ അങ്ങനെ ഒരു തീരുമാനമില്ല. കാരണം വന്നെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും കൃത്യമായ സമയത്തിനുള്ളിൽ ദർശനം നടത്തി മടങ്ങാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള തിരക്ക് നിയന്ത്രണ വിധേയമാണ്. നിയന്ത്രണാതീതമായൊരു തിരക്ക് വരുന്ന സാഹചര്യത്തിൽ മാത്രമേ അത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കാറുള്ളൂ. എന്നാൽ ഇപ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. വന്നെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും സുഖമായ ദർശനം നട തുറന്നിരിക്കുന്ന സമയത്ത് തന്നെ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ആണെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല.
വന്നെത്തുന്ന ഈ ലക്ഷക്കണക്കിന് ആളുകൾ വന്നെത്തുമ്പോഴും അവർക്കെല്ലാവർക്കും സുഖദർശനം ഉറപ്പാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നിലവിലത്തെ കണക്കനുസരിച്ച് 1 മിനിറ്റിൽ 70 മുതൽ 75 ആളുകൾ വരെ നിലവിൽ 18-ാം പടി കയറി സോപാനത്തിലെത്തി ദർശനം പൂർത്തിയാക്കി മടങ്ങും. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ നിലവിൽ ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. ആ സജ്ജീകരണങ്ങളുടെയും ക്രമീകരണങ്ങളുടെയും ഭാഗമായിട്ട് നിലവിൽ അത്തരത്തിൽ ദർശന സമയം കൂട്ടേണ്ട കാര്യമില്ല. കൂട്ടാതെ തന്നെ നിലവിലുള്ള സമയത്ത് തന്നെ വരുന്നെത്തുന്ന എല്ലാ ഭക്തർക്കും സുഖമായ ദർശനം ഉറപ്പ് വരുത്താൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും പോലീസിനും സാധിക്കുന്നുണ്ട്. സിന്ദൂരി. ശരി അഖിൽ, വളരെയധികം സന്തോഷം. വിശദമായ വിവരങ്ങളാണ് സന്നിധാനത്തു നിന്നും അഖിൽ പങ്കുവച്ചത്.